ജൂൺ 21 അന്തർദേശീയ യോഗാ ദിനം. ഈ പുണ്യദിനത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കേവലം ഒരു ദിനം ആഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുവാനും കൂടിയാണ്. യോഗ ശരീരത്തിന് നൽകുന്ന ഉണർവിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിലുപരി മനസ്സിനും ആത്മാവിനും യോഗ നൽകുന്ന ശമനത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗയിലൂടെ അഹങ്കാരം എന്ന മാരക രോഗത്തെ എങ്ങനെ ശമിപ്പിക്കാം എന്നാണല്ലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഞാനൊരു യോഗ എക്സ്പേർട്ട് അല്ല, എങ്കിലും 12 വർഷമായി സുദർശന ക്രിയ ചെയ്യുന്ന ഒരാളാണ്. 1982 ഡൽഹി പോലീസ് പരിശീലനത്തിന് ഇടയിലാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ യോഗ അഭ്യസിക്കുന്നത്. അന്നത്തെ DCP ആയിരുന്ന കിരൺ ബേദി IPS ആണ് അതിന് തുടക്കം കുറിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പത്മാസനത്തിൽ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനായി അന്ന് ഞാൻ പെട്ട പാട് ഇന്നും ഓർക്കുകയാണ്. ശവാസനമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന ഐറ്റം. ശവാസനത്തിൽ കിടന്നാൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അതൊരു സുഖം തന്നെയായിരുന്നു. താണ്ടാസനം, ഭുജംഗാസനം, ഗോമുഖാസനം, സൂര്യ നമസ്കാരം, യോഗമുദ്ര, ബന്ധകോണാസനം തുടങ്ങിയ 1,96,000 മുദ്രകൾ ഇന്ന് നിലവിലുണ്ട്. നമുക്കറിയാലോ, യോഗ എന്ന വാക്ക് ഉണ്ടായത് സംസ്കൃതത്തിലെ യൂജ് എന്ന ധാതുവിൽ നിന്നാണ്. യോഗയ്ക്ക് അർത്ഥമുണ്ട്. കൂട്ടുക, ഏകീകരിക്കുക, യുക്തമാക്കുക എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥങ്ങൾ. അതിൻ്റെ ഫുൾ ഫോം മോട്ടിവേഷൻ സ്റ്റൈൽ പറഞ്ഞാൽ യുവർ ഓൺ ഗ്രോത്ത് അവയർനെസ്. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കൂട്ടിച്ചേർത്ത് സ്വയം വളരാനും ജാഗ്രതയോടെ ജീവിക്കുവാനുള്ള മാർഗം, അതിനെ ഒരു ലയത്തിൽ കൊണ്ടുവരിക എന്നതാണ് യോഗയുടെ ധർമ്മം. അതുകൊണ്ടാണ് യോഗയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത്. ഈ യോഗ കൊണ്ട് അഹങ്കാരത്തെ എങ്ങനെ നമ്മളിൽ നിന്ന് മോചിപ്പിക്കാം, അതല്ലേ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അഹങ്കാരം എന്നത് മറ്റുള്ളവരെക്കാൾ നാം മുകളിലാണെന്ന ഒരു തോന്നൽ നമ്മളിൽ സ്വയം ഉണ്ടാകുമ്പോഴാണല്ലോ, അല്ലേ? അഹങ്കാരം തലപൊക്കുന്നത് അവിടെ നിന്ന് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ അവകാശബോധത്തിൽ വഴിതെളിക്കും. ഈ രണ്ട് തോന്നലുകളും നമ്മെ നാശത്തിൽ കൊണ്ട് ചടിക്കുകയുള്ളൂ. ഉത്കർഷബോധത്തിൽ നിന്നാണല്ലോ അഹങ്കാരം ഉടലെടുക്കുന്നത്. അഹങ്കാരികളുണ്ടല്ലോ, അവർ തെറ്റുകൾ ഒരിക്കലും സമ്മതിക്കില്ല. അതിനെ തിരുത്തി വളരാൻ അവർ ഒരിക്കലും കൂട്ടാക്കുകയുമില്ല. മറ്റുള്ളവരെ അവഗണിക്കാൻ ഈ കൂട്ടർ സമർത്ഥരാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്ത അഡ്മിൻ തന്നെ എന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. നോക്കണേ അഹങ്കാരത്തിന്റെ കളി. ഗ്രൂപ്പിൽ ഞാൻ ശ്രദ്ധേയനായി, അതാണ് കാരണം. ഉടനെ മറ്റൊരു അഡ്മിൻ എന്നെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടും ഞാൻ അയാളെ പകരം ചോദിക്കാനോ റിമൂവ് ചെയ്യാനോ പോയില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാമല്ലോ എന്ന് കരുതിയാണ് അയാളെ ഞാൻ റിമൂവ് ചെയ്യാതിരുന്നത്. ഇതിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അഹങ്കാരത്തിന് ഒരു ഗുണമുണ്ട് എന്ന കാര്യം. ഒരേ ഒരു ഗുണം. ബാക്കി 99% അഹങ്കാരത്തിന് ദോഷമാണുള്ളത്. എന്താ ഈ ഗുണം? അഹങ്കാരം നമ്മെ പ്രവർത്തിക്കാൻ സഹായിക്കും എന്നതാണ് ഗുണം. ശരിയാണ്, അല്പസ്വല്പം അഹങ്കാരം നമ്മളെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിന് നമുക്ക് വ്യക്തിപരമായി ഈഗോ ആയി കണ്ടാൽ മതിയാവും. ആരുടെയും ഈഗോയ്ക്ക് മുറിവേൽപ്പിക്കാൻ പോകരുത് കേട്ടോ. അങ്ങനെ വന്നാൽ ഒരു ശത്രുവിനെ കൂടി നാം സമ്പാദിക്കുകയാണ്. എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയ അഡ്മിനെ കൂടുതലായി മനസ്സിലാക്കിയപ്പോൾ ചില കാര്യങ്ങൾ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അയാളെ കുറിച്ച് തന്നെ അമിതമായി ഒരു മതിപ്പായിരുന്നു അയാൾക്ക്, ഓവർ കോൺഫിഡൻസ്. ഗ്രൂപ്പിൽ എന്നെ കവിഞ്ഞ് ആരുമില്ല, ലോകം അയാളെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങുന്നത് എന്ന മിഥ്യാബോധം പേറിയാണ് അയാൾ എന്നെ പുറത്താക്കിയത്. അഹങ്കാരം ഒരു മാരകരോഗം തന്നെയാണ് എന്ന് പറയാനുള്ള കാരണമാണിത്. അത് ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, നമ്മെ ഒറ്റപ്പെടുത്തുന്നു. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കാനും അഹങ്കാരമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്, ആണല്ലോ. ഇത് കുടുംബ ബന്ധങ്ങളിലും സൗഹാർദ്ദ ബന്ധങ്ങളിലും എല്ലാം വിള്ളൽ ഉണ്ടാക്കുന്നു, സന്തോഷം ഇല്ലാതാക്കുന്നു. അഹങ്കാരികൾക്ക് ഒരിക്കലും പൂർണ്ണമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. എപ്പോഴും മറ്റുള്ളവരെ അവൻ വലിയവനാണെന്ന ചിന്തയും ചെറിയ വിമർശനങ്ങളിൽ പോലും തകർന്നു പോകുന്ന മനസ്സും അവരെ സമാധാനമില്ലാത്തവരാക്കുന്നു, വളർച്ചയെ തടയുന്നു. അതിനാൽ തെറ്റുകളെ തിരുത്താനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അവർ തയ്യാറല്ല. ഇത് അവരുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്ന് മാത്രമല്ല, ആന്തരിക സംഘർഷങ്ങളുടെയും മറ്റു കാര്യങ്ങൾ ഇവരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം പലപ്പോഴും ദേഷ്യം, കുശുമ്പ്, അസൂയ, വെറുപ്പ്,
അങ്ങനെ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നതാണ് അല്ലേ. ഇത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നേ. നമുക്ക് പലപ്പോഴും അഹംഭാവികളോടും പുച്ഛമല്ലേ, ആണല്ലോ. അഹങ്കാരി ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? കാര്യമൊക്കെ ശരിയാണെങ്കിലും അവരും നമ്മുടെ സഹോദരങ്ങളാണേ. അഹങ്കാരികൾ പൊതുവെ അംഗീകാരത്തിനും അഭിനന്ദനയ്ക്കും വേണ്ടി ദാഹിക്കുന്നവരാണ്. അവരെ ആദ്യം പൂഴ്ത്തിയാൽ അവർ ചിലപ്പോൾ തലേ കയറിയെന്നിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിനേ കൊടുക്കാവുള്ളൂ, കൂടുതൽ കൊടുക്കാൻ പോയേക്കരുതേ. ഇവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ, ഏത് അഹങ്കാരികളെ. അല്ലെങ്കിൽ ആ പാടെ കുഴപ്പത്തിലാക്കും ഇവര്. എങ്ങനെയാ അവരെ കൈകാര്യം ചെയ്യുന്നത്? എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. ഇത്തരം ആൾക്കാരെ കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും കൗശലപൂർവ്വം അവരെ നിയന്ത്രണത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെയാ? അവരുടെ അഹങ്കാരത്തെ ആദ്യം ഒന്ന് തടവി കൊടുക്കണം. അഹംഭാവികളുടെ കഴിവുകളെ പതുക്കെ ഒന്ന് അഭിനന്ദിച്ചേക്കുക, അംഗീകരിച്ചേക്കുക. അഹംഭാവത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ബാക്കി എന്തൊക്കെയാണെങ്കിലും പിന്നാലെ വന്നോളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവരുടെ മുമ്പിൽ അപകർഷത ബോധം ഉണ്ടാകരുത്. സത്യത്തിൽ അവർക്ക് ഈ കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ് അവർ അഹങ്കരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഇവരൊക്കെ പലപ്പോഴും നല്ല കലാകാരന്മാരും കലാകാരികളും ആയിരിക്കാം, പ്രതിഭാശാലികളായിരിക്കാം. കണ്ടില്ലേ, പലരും ആലസ്യത്തിന്റെ മറവിൽ, ഈ കലാകാരന്മാര് ആലസ്യത്തിന്റെ മറവിൽ നിഷ്ക്രിയരായിരിക്കുന്നത് എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാലോ. അഹങ്കാരം എന്ന ഒരൊറ്റ കാരണത്തിലാണ് രാവണനെ ദൈവസ്വരൂപത്തെ പോലും അഗ്നിക്കിരയാക്കിയത്. ഹിറ്റ്ലർ, ധൃതരാഷ്ട്രർ എന്ന് വേണ്ട നൂറുകണക്കിന് അഹങ്കാരികളുടെ ദാരുണ അന്ത്യം അനുഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഈ അഹങ്കാരികളുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടും വ്യക്തിത്വത്തോടും കൂടി അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അവരുടെ പ്രകൃതം അറിഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണെന്ന് തോന്നലുണ്ടാകാതെ കൗശലപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ അവരെ നമുക്ക് നമ്മുടെ വരുതിയിൽ വരുത്താൻ കഴിയും. ആധികാരികമായ അറിവും മുഖത്ത് നോക്കിയുള്ള സംസാരവും ഉണ്ടെങ്കിൽ എത്ര വലിയവനെയും വരച്ച വരയിലുള്ളവൻ നമുക്ക് നിർത്താൻ സാധിക്കും. യു നോട്ട് ഔട്ട് ദിസ് പോയിന്റ്. നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെന്ന തോന്നലെങ്ങാൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവം മാറും കേട്ടോ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, അഹങ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം വിനാശകരമായ സ്വാധീനമാണ് ചെലുത്തുന്നത് അല്ലേ. യോഗ അഹങ്കാരികളുടെ ആന്തരിക ശമനത്തിന്റെ പാത ഒരുക്കും. എങ്ങനെയാണ് ഒരുക്കുന്നത്? യോഗ മനസ്സിനെ ശാന്തമാക്കുന്നു. യോഗയിലെ പ്രാണായാമവും മറ്റു വ്യായാമങ്ങളും നമ്മുടെ അമിതമായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മനസ്സ് ശാന്തമാവുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കൂടുതൽ വ്യക്തമായി കാണാൻ നമുക്ക് തുടങ്ങും. അനാവശ്യമായ അഹങ്കാര ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ലാതാകും. ആത്മബോധം വളരുന്നു. യോഗ നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും യോഗ പരിശീലിക്കുമ്പോൾ നമ്മൾ ആരാണെന്നും നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്നും തിരിച്ചറിയാൻ തുടങ്ങുന്നു. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 12 വർഷമായി ഞാൻ ശ്രീ രവിശങ്കർ സന്യാസിയുടെ യോഗയുടെ ഭാഗമായി സുദർശന ക്രിയ ചെയ്യുന്നു. 800 രൂപ ഫീസ് മുടക്കിയാണ് കേട്ടോ. തൃപ്പൂണിത്തറയിലായിരുന്നു ആദ്യത്തെ പരിശീലനം. തുടർന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാനും കൈപ്പടയിൽ എഴുതിയ ഒരു പുസ്തകം ബാംഗ്ലൂർ വെച്ച് സമ്മാനിക്കാനും എനിക്ക് സാധിച്ചു. എന്നിൽ എന്തെങ്കിലും വിനയമോ എളിമയോ ഉണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്ന ബോധ്യം എന്നിൽ ഉണ്ടായി തുടങ്ങാനാണ് ഈ യോഗ എന്നെ സഹായിച്ചിട്ടുള്ളത്. എങ്കിലും പത്മാസനത്തിൽ ഇരിക്കാൻ ഇന്നും എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയില്ല. ഞാൻ എന്ന ഭാവം നമുക്ക് ഒന്നും നേടിത്തരുന്നില്ല കേട്ടോ. മറ്റുള്ളവരുടെ സഹായവും പ്രോത്സാഹനവും കൊണ്ടുമാണ് ഏത് രംഗത്തും നാം ശോഭിക്കുന്നത്. ജനനം അത് നമ്മുടെ മിടുക്കൊണ്ടുണ്ടായതാണോ? ആണോ അനിയ? മറ്റുള്ളവർ നൽകിയതല്ലേ? ചേട്ടന്റെ ആ പേരുണ്ടല്ലോ, അതാരായിട്ടത്? വിദ്യാഭ്യാസം, ധനം, ആദരവ്, പരിഗണന, ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആദ്യം നമ്മെ കുളിപ്പിച്ചതാരാ? അണിയിച്ചൊരുക്കിയതാരാ? അമ്മയായിരിക്കും. ഇനി അവസാനമായി കുളിപ്പിച്ചൊരുക്കുന്നതാരാ? മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും. മരണാന്തരം നമ്മുടെ സമ്പാദ്യമെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നേ. പിന്നെ എന്തിനാണ് ഈ അഹങ്കാരം എന്ന് ഞാൻ ചോദിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ വെറുക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് അഹങ്കാരം മാരക രോഗമാണെന്ന്. സാരമില്ല, നമുക്കത് കുറയ്ക്കാം. എന്നിട്ട് പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും സേവിച്ചും ഒക്കെ അങ്ങോട്ട് ജീവിക്കാം കേട്ടോ. മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതാണേ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അഹങ്കാരം വേണ്ടേ വേണ്ട. അഹങ്കാരവും അസൂയയും ഏറ്റവും മ്ലേച്ഛവും ഹീനമായ വികാരമാണ്. അതിനെ ശമിപ്പിക്കാൻ സാംസ്കാരിക മാനുഷിക മൂല്യങ്ങൾ വളർത്തി സ്നേഹവും വിനയും താഴ്മയും ക്ഷമയും ജ്ഞാനവും ത്യാഗവും
ദയയും കാരുണ്യവും പരോപകാരവും നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മൂല്യങ്ങൾ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവന്ന് അഹങ്കാരം എന്ന മാരക രോഗത്തെ ശമിപ്പിക്കുമെന്ന് ഈ യോഗ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ മനസ്സിൽ നിന്നും അഹങ്കാരത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി വിനയവും സ്നേഹവും സമാധാനവുമായുള്ള ഒരു ജീവിതം നയിക്കാൻ യോഗയിലൂടെ നമുക്കാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും നന്ദി. യോഗ ദിനത്തിൽ ദിനാശംസകൾ നേരുന്നു. എൻ്റെ എളിയ വാക്കുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ അറിയിച്ചാലും താങ്ക് യു വെരി മച്ച്.